സജു ദേവസിയുണ്ട് കൊച്ചിയിൽ. കനത്ത മഴയാണ്. അപ്പോൾ പലയിടത്തും വെള്ളക്കെട്ടുണ്ട്. എറണാകുളത്ത് ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു. ഇടുക്കി അടക്കമുള്ള ജില്ലകളിലും ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 8 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ എറണാകുളം തൃപ്പൂണിത്തുറയിലെ വീടുകളിൽ വെള്ളം കയറി. താഴ്ന്ന പ്രദേശങ്ങളിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ്. നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നാട്ടുകാരുള്ളത്. നമുക്ക് ചില ദൃശ്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെയുണ്ട്. ആ ദൃശ്യങ്ങളൊന്ന് കാണാം. വീടിന്റെ ഉൾവശത്ത് ഒരു പാവം വയോധികന്റെ വീട് തൃപ്പൂണിത്തുറയിൽ എങ്ങനെയാണ് വെള്ളം കയറിയിരിക്കുന്നത് എന്ന് നോക്കൂ. തൃപ്പൂണിത്തുറ നഗരസഭയുടെ പരിധിയിൽപ്പെടുന്ന വീടാണ്. ആ വീട്ടിൽ ഈ മനുഷ്യനും അദ്ദേഹത്തിന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഒരു പുഴ പോലെയുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്കുള്ള വഴി താണ്ടി വേണം അവിടേക്ക് എത്താൻ. അവിടെ ടെറസിലും വീടിന്റെ ഹാളിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിലെ ജനങ്ങളുടെ മഴ ദുരിതത്തെക്കുറിച്ച് നമ്മൾ നൽകിയ റിപ്പോർട്ടിൽ അധികൃതർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നു. റിപ്പോർട്ടർ ഇംപാക്ട് പ്രശ്നപരിഹാരത്തിന് നടപടിയുണ്ടാകുമെന്ന് കൗൺസിലർ ഷീന ഹരീഷ് ജില്ലാ കളക്ടറെ സമീപിക്കുമെന്നും കൗൺസിലർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് ആണ്. പരാതി വരുന്നു, നമ്മൾ ദൃശ്യം കാണിക്കുന്നു, വാർത്ത കാണുന്നു, നടപടി ഉണ്ടാവുന്നു. റിപ്പോർട്ടർ ഇമ്പാക്ട് പ്രതികരണം കേൾക്കാം. ഒരു ഒന്നൊന്നര മാസം ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ആ പുഴയിൽ പോയേക്കുന്നത് ഒരു ആളുടെ പറമ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോയേക്കുന്നത്. അയാൾ പക്ഷേ ആ പറമ്പിൽ കയറിയിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ കളക്ടറിന് ലെറ്റർ അയച്ചിട്ടുണ്ട്, മെയിൽ അയച്ചിട്ടുണ്ട്. കളക്ടറിൻ്റെ ലെറ്റർ കിട്ടിയ അപ്പം തന്നെ നമ്മൾ ഇതിനുള്ള നടപടി ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതിനുള്ള പരിഹാരം ഞങ്ങൾ കണ്ടിരിക്കും. നമുക്കിപ്പം സജു ദേവസ്യയുണ്ട്. സജു ദേവസ്യ എന്തായാലും കൗൺസിൽ ഇടപെട്ടിരിക്കുന്നു, അതിന് നന്ദിയുണ്ട്. ഷീന ഹരീഷാണ് ഇപ്പോൾ നടപടിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മനുഷ്യന്റെ അവസ്ഥ അത്രയും ദുരിതമുള്ള ഒരു അവസ്ഥയിലാണ് ആ മനുഷ്യനും കുടുംബം അവിടെ കഴിയുന്നത്. ഇതാണ് ആ പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ. ഇത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇതൊരു സ്വകാര്യ വ്യക്തി ആ പൈപ്പ് പൊട്ടിക്കാൻ സമ്മതിക്കാത്തതാണോ കാരണം? സജു ദേവസ്യ, ഇപ്പോഴും മഴ തുടരുകയാണോ? ഡോക്ടർ അരുൺകുമാർ, മഴയുണ്ട്, ഇടവിട്ട മഴയാണ്. ഇപ്പോൾ മഴ കുറച്ചൊന്ന് ദുർബലപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷം മേഘാവൃതമാണ്. എപ്പോഴും അതിശക്തമായ മഴ കിട്ടുന്നതിന് തടസ്സമൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. മഴ മുന്നറിയിപ്പുണ്ട്. ഇടവിട്ട ശക്തമായ മഴയുണ്ട്. അപ്പോൾ അതിനിടെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളം കൃത്യമായി വാർന്നു പോകാൻ സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്. തൃപ്പൂണിത്തുറയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം ആളുകൾ പറയുന്നത് സ്വകാര്യ വ്യക്തി പൈപ്പ് വെച്ച് അടച്ചു വെച്ച് എന്ന് വെച്ചാൽ ഇത് നഗരസഭ ഇടപെടുക, ജില്ലാ ഭരണകൂടം ഇടപെടുക എന്നതാണ് ഈ പരിഹാര മാർഗം. അതായത് എല്ലായിടത്തും നമുക്കറിയാവുന്ന വെള്ളക്കെട്ട്, താഴ്ന്ന പ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ടായി വെള്ളക്കെട്ടുണ്ടാകും. പക്ഷെ അത് വാർന്നു പോകാനുള്ള സംവിധാനം വേണം. അപ്പോൾ അതുണ്ടാകാത്തപ്പോഴാണ് ഈ പ്രതിസന്ധി രൂപപ്പെടുക. നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിക്കാം. അതായത് ഇത് അടച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് തുറക്കാൻ നേരത്തെ ഒരു അമിക്കസ് ക്യൂറിയനൊക്കെ നിയമിച്ച് ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അമിക്കസ് ക്യൂറിയൻ അപ്പോയിന്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാനായ അദ്ദേഹമായിരുന്നു ഇവിടുത്തെ കൗൺസിലർ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതെ കൃത്യമായിട്ട് പൈപ്പിട്ട് വെള്ളം ഒരു അരമണിക്കൂറിനകം എല്ലാ വീടുകളിലും വെള്ളമില്ലാത്ത പരിഹരിക്കാം. അരമണിക്കൂർ കൊണ്ട് ഈ വീട് 10 മിനിറ്റിൽ തീർച്ചയായിട്ടും 22 വീടുകളിലെ വെള്ളമെല്ലാം 10 മിനിറ്റിനകം ഇല്ലാതാവുന്ന രീതിയാണ്. അത് ഒരു വ്യക്തി ആ പൈപ്പ് മൂടി വെച്ചേക്കണതിന്റെ കാരണം കൊണ്ടുമാണ് ഒരു ഓർഡർ വാങ്ങി നഗരസഭയ്ക്ക് ചെയ്യാവുന്നത്. തീർച്ചയായിട്ടും ഇത്രയും ഒരു വയസ്സായാലും രോഗികളെല്ലാം താമസിക്കുന്ന ഒരു സ്ഥലം വളരെ പെട്ടെന്നെല്ലാം വൃത്തിയാക്കി കിട്ടാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതാണ് നമ്മളോട് കൗൺസിലർ, നേരത്തെ അവർ BJP കൗൺസിലർ കൂടിയാണ്. അവർ സംസാരിച്ചത് വളരെ വേഗത്തിലുള്ള നമ്മുടെ വാർത്ത അവർ കണ്ടു. അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. ഇടപെടാമെന്ന് പറഞ്ഞാൽ പോരാ, ഇടപെടണം. അപ്പോൾ ഇടപെടുമെന്നാണ് അവർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. നമ്മളോട് കളക്ടർക്ക് വീണ്ടും മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ കളക്ടറെ അതല്ലെങ്കിൽ നേരിൽ കാണാൻ ശ്രമിക്കും. അപ്പോൾ കളക്ടറുടെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അവിടെ ഈ വെള്ളം വാർന്നു പോകാൻ, അതായത് ജലനിർഗമന മാർഗ്ഗങ്ങൾ സുഗമമായി തൊട്ടടുത്തുള്ള തോടിലേക്ക്, പുഴയിലേക്ക്, കനാലിലേക്ക് പോകണം. അതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ തുറന്നു വിടണം. അതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ അത് സുഗമമായി നീക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനാവശ്യമാകണ്ട ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഈ ചേച്ചി വീട്ടിലേക്കാണ് പോകുന്നത്. ആ വീട്ടിലേക്ക് പോകണമെങ്കിൽ അവിടെ നീന്തി, അവിടെ എത്തുമ്പോഴത്തേക്ക് മുട്ടിന് മുകളിൽ വെള്ളമോ നീന്തി പോകണം. പിന്നെ അതാണ് അവസ്ഥ. അപ്പോൾ ഇടപെടൽ ഉണ്ടാകുമെന്ന് കൗൺസിലർ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ ചെയർമാൻ്റെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടുകയുമാകാം. അവരെ എന്തായാലും ആ ദുരിതത്തിൽ നിന്ന് അകറ്റാനുള്ള തുടർച്ചയായ ഇടപെടൽ ഇക്കാര്യത്തിൽ റിപ്പോർട്ടർ TV തുടരും. സജോ, എന്തായാലും സജോ അവിടുന്ന് വെള്ളം വറ്റിച്ചിട്ട് ഇറങ്ങിയാൽ മതി. നമ്മുടെ കൗൺസിലർ പറഞ്ഞതുപോലെ അവിടുന്ന് സംഭവം ഒരു തീരുമാനമാക്കിയിട്ട് സജോ ഇറങ്ങിയാൽ മതി. കാര്യം ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേറെ ആരും ഇല്ലെന്ന് തോന്നുന്നു. ഒരു വയോധികനായ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനാണെങ്കിൽ നടക്കാൻ പോലും വയ്യ, കാലിന് പോലും വലിയ സ്വാധീനശേഷിയൊന്നുമില്ല. അവിടെയാണ് ആ മനുഷ്യൻ മുട്ടോളം വെള്ളത്തിൽ വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് കയറിയാലോ സിറ്റ് ഔട്ടിൽ വെള്ളം, ഹാളിൽ വെള്ളം, കിച്ചണിൽ വെള്ളം, ടോയ്ലറ്റിൽ വെള്ളം. എന്ത് ചെയ്യും ഈ മനുഷ്യർ? ഒരു മനുഷ്യൻ്റെ വാശിയാണത്രേ. എന്തായാലും കൗൺസിൽ ഇടപെട്ടത് നന്നായി. താങ്ക് യു. തൃപ്പൂണിത്തുറ നഗരസഭയിലെ കൗൺസിലർ അത് നമുക്ക് നടപ്പിലാക്കി കൊടുക്കണം കേട്ടോ, ഷീന ഹരീഷ്. അതേപോലെയാണ് അവിടുത്തെ ബാക്കി കൗൺസിലർമാരും ഒന്ന് ഉഷാറായിട്ട് ഇറങ്ങിയാൽ നിങ്ങൾക്ക് നടക്കും. നിങ്ങൾക്ക് നടക്കാതെ എവിടെ പോകാൻ? തൃപ്പൂണിത്തുറയിലെ കൗൺസിലർമാരൊക്കെ സ്ട്രോങ് അല്ലേ? ഒന്ന് ഇറങ്ങിയാട്ടെ.